ഒന്നുമല്ല. രാജീവിന് അങ്ങനത്തെ ശരീരം എല്ലാ കഥാപാത്രങ്ങൾക്കും അത്തരത്തിലൊരു ബ്രീഫൊന്നും ഇല്ല. എല്ലാ സിനിമകൾക്കും എല്ലാ കഥാപാത്രങ്ങൾക്കും ഈ ശരീരം എങ്ങനെ ആക്കും, ശരീരം എങ്ങനെ ആക്കണ്ട, അങ്ങനെ ബ്രീഫൊന്നും ഇല്ല. ഒരു ഫിസിക്കാലിറ്റിക്ക് ഒരു ബ്രീഫൊക്കെ കിട്ടുന്നത് ചില കഥാപാത്രങ്ങൾക്ക് മാത്രമാണ്. രാജീവിനെ സംബന്ധിച്ചിടത്തോളം ബി ആസ് അൺറിമാർക്കബിൾ ആസ് പോസിബിൾ എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അയാൾ എടുത്തു പറയത്തക്ക ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ് രാജീവ്. ഇൻ ടേംസ് ഓഫ് ആളെ കാണുമ്പോഴോ അല്ലെങ്കിൽ അയാളെ നിങ്ങളൊരു പക്ഷേ ഇൻ റിയൽ വേൾഡിൽ രാജീവിനെ കണ്ടാൽ യു ഷുഡ് ബി ഈവൻ ഗിവിങ് എ സെക്കൻഡ് ലുക്ക്. അത്തരത്തിലുള്ള ഒരു കക്ഷിയാണ്. അല്ലാതെ ഇങ്ങനെ ഈ സിനിമയ്ക്ക് വേണ്ടി തടി കുറയ്ക്കുകയില്ല, അങ്ങനത്തെ ബ്രീഫൊന്നും നിസാമോ സമീറോ എനിക്ക് തന്നിട്ടില്ല. ആ ചോദ്യം എന്നോട് ആരും ചോദിച്ചു, ഞാൻ അഭിനയിച്ച സിനിമകളിൽ ഹൈപ്പോത്തറ്റിക്കലി സ്പീക്കിംഗ് ഏതെങ്കിലും ഒരു സിനിമ ഒന്നുകൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമയുടെ പേര് പറയുന്നു. ഞാൻ പറഞ്ഞൊരു സിനിമയുടെ പേര് വർഗ്ഗം. അത് ശരിക്കും ഇപ്പോഴും ആഗ്രഹമുണ്ടോ? ഇപ്പോഴും ആഗ്രഹമുണ്ടോ? കാരണം ആ ക്യാരക്ടർ ഭയങ്കര ഒരു കിടിലൻ ക്യാരക്ടറൈസേഷൻ ഒക്കെ ഉള്ളതാണല്ലോ. എനിക്ക് ആക്ച്വലി റീമേക്ക് ചെയ്യണമെന്ന് ആഗ്രഹമേ ഇല്ല ഒരു സിനിമയും. എന്നാൽ ചോദ്യം അങ്ങനെയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അതിന് ഉത്തരം പറഞ്ഞത്. പിന്നെ ഓഫ്കോഴ്സ് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇന്നത്തെ ചുറ്റുപാടുകളിൽ ഇന്നത്തെ ഒരു സിനിമയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, ഇന്നിപ്പോൾ എൻ്റെ സിനിമയ്ക്ക് പറ്റുന്ന ബഡ്ജറ്റിലും കാര്യങ്ങളിലും ഒക്കെ അന്നത്തെ കാലത്ത് എൻ്റെ കരിയറിൻ്റെ ആ സ്റ്റേജിൽ അതൊരു വലിയ സിനിമയാണ്. പക്ഷെ എന്നിരുന്നാലും അന്ന് ഒരുപാട് ലിമിറ്റേഷൻസുകളിൽ നിന്നുകൊണ്ട് ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ ആ സിനിമ, ആ വിഷയം, ആ കഥാപാത്രം അത്തരം ലിമിറ്റേഷൻസ് ഒന്നും ഇല്ലാത്ത ഇന്നത്തെ മലയാള സിനിമാ ലോകത്ത് ഒന്നുകൂടെ ഇന്ന് ചെയ്തിരുന്നെങ്കിൽ ഇനി കുറെ കൂടെ ബെറ്റർ ആയിട്ട് ആ സിനിമ ചെയ്യാമായിരുന്നു എന്ന് തന്നെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. അത് എല്ലാ പഴയ സിനിമകൾക്കും ആ ഒരു ഇതുണ്ടല്ലോ. പക്ഷെ അതുകൊണ്ടത് എനിക്കങ്ങനെ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതേ ഉള്ളൂ. സോളമൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ്. എനിക്ക് ആസ് എൻ ആക്ടർ ഒരുപാട് പുതിയ കാര്യങ്ങൾ എനിക്ക് തന്നെ അവെയർ ആയ ഒരു ക്യാരക്ടറാണ്. അപ്പൊ അന്ന് എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ പറഞ്ഞത് ഡിസിപ്ലിൻസ് എന്തൊക്കെയാണെന്ന് പറയാമോ? അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഡിസിപ്ലിൻ എനിക്കത് അതിൻ്റെ ഉത്തരം എന്താണെന്നൊന്നും അറിയില്ല. ഞാൻ പിന്നെ 10 വർഷം മുമ്പത്തെ ആ ചോദ്യം ചോദിച്ച് നിങ്ങൾക്ക് മടുക്കുന്നില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഉത്തരം പറഞ്ഞ് എനിക്ക് മടുത്തു തുടങ്ങി. ഇലുമിനാറ്റി 10 വർഷം മുമ്പ് അബദ്ധത്തിനൊരു ഇന്റർവ്യൂ കൊടുത്തു എന്നുള്ളതാണ്. ഈ അങ്ങനെ പ്രത്യേകിച്ച് എനിക്കങ്ങനെ കൃത്യമായിട്ടൊരു ഉത്തരവില്ല. അതിന് ഞാൻ ഇതൊക്കെ ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയതെന്ന് പറയാൻ എനിക്ക് കൃത്യമായിട്ടൊരു ഉത്തരവില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിനിമയെ. എനിക്ക് സിനിമ ഷൂട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. എനിക്ക് ഇന്നും ഏറ്റവും എനിക്ക് സന്തോഷം തരുന്നത് ഫിലിം ഉണ്ടാക്കുക, ഒരു സിനിമ ഉണ്ടാക്കുക എന്ന് പറയുന്ന പ്രോസസ്സിൽ ഇൻവോൾവ് ആയി നിൽക്കുക എന്നുള്ളതാണ്. ഫൈറ്റ് വരുന്നില്ല സിനിമയിൽ. സിനിമയിൽ ആക്ഷൻ ഉണ്ട് ഇല്ലെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെ ഡ്രാമയിൽ കൂടുതൽ ഫൈറ്റിൽ കുറവ്, ഇമോഷണൽ കൂടുതൽ ത്രിൽ, അങ്ങനല്ല ഈ സിനിമ. എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിന്റെ ഡ്രാമ തന്നെയാണ്. എനിക്ക് ഏറ്റവും വർക്കായത് ഇതിന്റെ ഡ്രാമ തന്നെയാണ്. ഇതൊരു കഥാപാത്രത്തിനെ പിന്തുടർന്ന് പോകുന്ന ഒരു നരേറ്റീവ് ഉള്ളൊരു സിനിമയാണ്. രാജീവൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിനെ പിന്തുടർന്ന് പോകുന്ന ഒരു സ്വഭാവം ഈ നരേറ്റീവിനുണ്ട്. അപ്പൊ ആ കഥാപാത്രം കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ഡ്രാമയും ത്രില്ലും ഇമോഷൻസും ആക്ഷനും ഒക്കെയുണ്ട്. പക്ഷെ ഇതിനെ അങ്ങനെ ഒരു പ്രത്യേക ജോണറിലേക്ക് ക്ലാസിഫൈ ചെയ്ത് കെട്ടിയിടാൻ പറ്റുന്ന ഒരു സിനിമയല്ല. ഇതിനെ ഒരു ആക്ഷൻ സിനിമ എന്ന് വിളിക്കാനോ ഒരു ത്രില്ലർ സിനിമ എന്ന് വിളിക്കാനോ ഈവൻ ഒരു പ്യോർ ഡ്രാമ എന്ന് വിളിക്കാനോ പറ്റുന്ന ഒരു സിനിമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ സിനിമയ്ക്ക് എനിക്ക് സ്വഭാവമുണ്ട്, പല പല ജോണറുകളിലൂടെ സഞ്ചരിച്ചു പോകുന്ന ഒരു സിനിമയാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ള വാചകമാണ് ഈ സിനിമയെ കുറിച്ച്. സുപരിചിതമായ കഥാസാഹചര്യങ്ങൾ അത്ര സുപരിചിതമല്ലാത്ത രീതിയിൽ പറയുന്ന ഒരു സിനിമ. അപ്പൊ നിങ്ങൾ ഈ സിനിമ കാണാൻ വരുമ്പോഴും ആ രീതിയിൽ ഒരു ഓപ്പൺ മൈൻഡോട് കൂടി വന്നാൽ നന്നായിരിക്കും. കാരണം ഒരു പക്ഷേ നിങ്ങൾ അത്ര യൂസ്ഡ് ആയിട്ടുള്ളൊരു നരേറ്റീവ് സ്റ്റൈലല്ല ഈ പടത്തിന്റെ. അത് ഫ്രം ദ ഫസ്റ്റ് ഷോട്ട് നിങ്ങൾക്ക് കഥ പറയുന്ന രീതി അൺയൂഷ്വൽ ആണ് എന്ന് തോന്നുകയും മേ ബി അത് ഒരുപാട് നിങ്ങൾ തന്നെ പ്രീകൺസീവ്ഡ് ആയിട്ടുള്ള നോഷൻസ് ആയിട്ട് വന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അതിനൊരു കണക്ട് കിട്ടാത്ത പോലെ തോന്നിയേക്കാം. സോ കം വിത്ത് എൻ ഓപ്പൺ മൈൻഡ്. എത്തരത്തിലുള്ള സിനിമയാണ്, എല്ലാ സിനിമകളും ആക്ച്വലി അങ്ങനെയാണ് കാണുന്നത്. കം വിത്ത് എൻ ഓപ്പൺ മൈൻഡ്. എത്തരത്തിലുള്ള സിനിമയാണെന്നൊന്നും സ്വയം ഒരു അസംഷൻ സൃഷ്ടിക്കാതെ നിങ്ങൾ വന്ന് കണ്ടാൽ ഒരു രസമുള്ള പരിപാടിയായിരിക്കും തോന്നുന്നു. അപ്പം എനിക്കിപ്പോഴും അത്ഭുതമാണ് 22 വയസ്സ് തന്നെ എങ്ങനെ അത്രയും വലിയൊരു ക്യാരക്ടർ. കാരണം അതിന് പല പ്രായങ്ങൾ അതിനകത്ത് പെർഫോം ചെയ്യേണ്ടതുണ്ട്. ഭയങ്കര ഒരു ക്യാരക്ടറാണ്. അതെങ്ങനെ നമ്മൾ ചെയ്തെടുത്തു? ഓൾസോ അതിന് ഏറ്റവും സ്ട്രഗിൾസ് എന്തായിരുന്നു? ഓൾസോ അതിനകത്ത് എന്തൊക്കെ ചെയ്യേണ്ടി വന്നു? അതിന്റെ പൂർണ്ണ ക്രെഡിറ്റ് ലോഹിതദാസ് എന്ന് പറയുന്ന ജീനിയസ് റൈറ്റർ ഡയറക്ടർ ഉള്ളത് തന്നെയാണ്. ആ പ്രായത്തിൽ ചന്ദ്രഹാസ് എന്ന് പറയുന്ന കഥാപാത്രത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനോ അതിനെ കോംപ്രഹെൻഡ് ചെയ്യാനോ മാത്രമുള്ളൊരു മാനസിക വളർച്ച തന്നെ എനിക്ക് ഇല്ല. അപ്പോൾ ആ സംവിധായകൻ പറയുന്നത് കേട്ട്
അദ്ദേഹം തരുന്ന ബ്രീഫ് പരമാവധി മനസ്സിലാക്കി അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ട കാര്യങ്ങൾ ചെയ്തതാണ് ഇന്ന് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അങ്ങനത്തെ കുറേ ക്യാരക്ടേഴ്സ്, അതായത് എൻ്റെ ഒരു ലൈഫ് സ്കിൽസിനൊക്കെ അപ്പുറമുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ചെറിയ പ്രായത്തിൽ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രോസസ് ഓഫ് റിഫൈൻമെന്റ് ആസ് എൻ ആക്ടർ. അല്ലാതെ ഞാനൊരു ആക്ടിങ് പഠിക്കുകയോ അതിൻ്റെ ഒരു തിയററ്റിക്കലായിട്ട് അങ്ങനെ ഒരു കാര്യങ്ങൾ പഠിക്കുകയൊന്നും ചെയ്തിട്ടില്ല. രാജേട്ടൻ്റെ ഉള്ളിലുള്ള സംവിധായകൻ ഇടപെടാനുള്ള സാഹചര്യം എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഞാൻ ആക്ച്വലി ആ കാര്യത്തിൽ ഞാനൊരു സംവിധായകനായതിൽ പിന്നെ എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് നിവൃത്തിയുണ്ടായ പണി ചെയ്യാതിരിക്കാൻ തിരിച്ചറിവ് എനിക്കുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ സംവിധാനം ചെയ്യുന്ന സിനിമകൾ ഒഴികെ ബാക്കി സിനിമകളിൽ എനിക്ക് ആ ഏരിയ തന്നെ താല്പര്യമില്ല. എന്നോട് സംവിധായകൻ എന്ത് ചെയ്യാൻ പറയുമോ അത് ഞാൻ ചെയ്യും, എനിക്ക് അത്ര മതി. ഇതില് സംവിധായകന്റെ ഒരു മേക്കിംഗ് സ്റ്റൈല് എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ കണ്ടിട്ട് പറയും, സിനിമ കണ്ടിട്ട് പറയും, 9 സിനിമ ഇറങ്ങുള്ളൂ, ഏറെ കൊള്ളാവില്ല നിങ്ങൾ പറയും. രാജേട്ടാ, ഇവിടെ നേരത്തെ ഈ ചോദ്യം വളരെ നേരത്തെയാണ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഭയങ്കര ഡിസ്കഷൻ ആയതുകൊണ്ട് ചോദിക്കാണ്. ഇപ്പൊ ഓണത്തിന് രാജേട്ടന്റെ ഖലീഫ് ഇറങ്ങുന്നുണ്ട്, ദുൽഖറിന്റെ 3 വർഷത്തിന് ശേഷം അലാം ഗെയിം ഇറങ്ങുന്നുണ്ട്, അതുപോലെ തന്നെ നീം ചേട്ടന്റെ ബത്ലഹേം കുടുംബ യൂണിറ്റ് ഇറങ്ങുന്നുണ്ട്. ഇത് ഈ ക്ലാഷ് റിലീസ് പറയുന്നത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുന്നുണ്ട്. ഈ ക്ലാഷ് റിലീസിനെ രാജേട്ടൻ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഭയങ്കര ഡിസ്കഷൻ ആയതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഞാനും ആഘോഷിക്കാം, ഞാനും ആഘോഷിക്കാം. എല്ലാ സിനിമകളും നന്നാവട്ടെ. നിങ്ങൾ എല്ലാ സിനിമകളും തിയേറ്ററിൽ പോയി കാണണം. ഓണം സമയത്ത് ഇത് 3 വേറെ ഏതൊക്കെ സിനിമ? ടോക്സിക് ഉണ്ട്. എല്ലാ സിനിമയും കാണും കേട്ടോ. നല്ല ചിലവാണെന്നറിയാം, പക്ഷെ എന്നാലും എല്ലാ സിനിമയും പറ്റിയേക്കാം. ഇതിൽ ഏതെങ്കിലും ഒരു സിനിമ മാത്രമാണ് നിങ്ങൾ കാണാൻ തീരുമാനിക്കുന്നെങ്കിൽ നിങ്ങൾ ഖലീഫ കാണും. ഓക്കെ. റൈറ്ററും ഉണ്ട്.